കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളിലെ ഗതാഗത കുരുക്കിന് ആശ്വാസം എന്ന പേരിലാണ് ഊബർ റാപ്പിഡോ ബൈക്ക് ടാക്സികൾ രംഗത്തിറക്കിയത്. മാസങ്ങൾക്കുള്ളിൽ രണ്ടും അതിവേഗം ഹിറ്റായി. അതേസമയം ബൈക്ക് ടാക്സികളുടെ സുരക്ഷയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 1.5 മാസം മുമ്പാണ് കൊച്ചിയിൽ ഓൺലൈൻ ബൈക്ക് ടാക്സികൾ ആരംഭിച്ചത്. അധികം വൈകാതെ തന്നെ ഇവർക്കെതിരെ പ്രതിഷേധവും ഉയർന്നു. പരമ്പരാഗത ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്കൊപ്പം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ടാക്സിയുടെ മഞ്ഞ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. അതായത് വെള്ള ബോർഡ് നമ്മൾ പ്രൈവറ്റ് വണ്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു സർവീസ് നടത്തുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ശരിക്കും ഇല്ല. ഇതിന് തെറ്റിദ്ധാരണ വരുത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ഇലക്ട്രിക് ടാക്സിയും അതേപോലെ ഇവന്റ് മാനേജ്മെന്റും വെച്ച് നടത്തിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വെള്ള ബോർഡുള്ള വണ്ടി ടാക്സി ആയിട്ട്, അതായത് ബൈക്ക് ടാക്സി ആയിട്ട് ഓടിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്തിയിരിക്കുന്നത്. ടാക്സും ഇൻഷുറൻസും അധികമായി നൽകേണ്ടതില്ലാത്തതിനാൽ ബൈക്ക് ടാക്സി സേവനത്തിനായി നിരവധി ചെറുപ്പക്കാർ എത്തുന്നുണ്ട്. എറണാകുളം നഗരത്തിൽ പഠനത്തിനും ജോലിക്കുമായി എത്തിയ പലരും ഒഴിവു സമയങ്ങളിൽ ബൈക്ക് ടാക്സി ഓടിക്കാൻ എത്തുന്നു. എന്തിനാ ഇൻഷുറൻസ് പോലും ഇല്ലാതെ പറഞ്ഞ വണ്ടികളുണ്ട്. ഇവർ ഈ പറഞ്ഞ ഈ റാപ്പിഡോ ആണെങ്കിലും ഊബർ ആണെങ്കിലും ഇവർക്കൊന്നും പെർമിഷൻ, ഈ ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്ത വണ്ടികൾ വരെ ഇവിടെ ഓടുന്നുണ്ട്. പ്രധാനമായും ബൈക്ക് ടാക്സികളുടെ സുരക്ഷാ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് തുക ലഭിക്കാനും പ്രയാസമുണ്ടാകും. പോലീസ് ക്ലിയറൻസോ GPS സംവിധാനങ്ങളോ ഈ ബൈക്കുകൾക്കില്ല. ബൈക്ക് ടാക്സികൾക്കായി കൃത്യമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഊബർ റാപ്പിഡോ ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടാൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആരാണ് മറുപടി പറയുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ബൈക്കുകൾക്ക് നിയമപരമായി അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ അത് വലിയ ആശ്വാസകരമാകും. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.